നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് 3 ഡെസ്റ്റിനേഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ പോകുന്നത് പാലക്കാടുള്ള പാലക്കാട് ഫോർട്ട്, അത് കഴിഞ്ഞ് മലമ്പുഴ ഡാം, വൈകുന്നേരം കോയമ്പത്തൂരുള്ള ഇഷായോഗ. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇഷായോഗയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവരാത്രിയൊക്കെ വരുന്നതുകൊണ്ട് ആ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കണം. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പാലക്കാട് ഫോർട്ടിന്റെ കാഴ്ചകളാണ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ രാവിലെ 5 മണിക്കാണ് എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇപ്പൊ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 8 മണിക്കാണ് പാലക്കാട് ഫോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാലക്കാട് വന്നതുകൊണ്ട് തന്നെ രാമശ്ശേരി ഇഡലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പാലക്കാട് ഫോർട്ടിന് അടുത്തായിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ അകത്ത് തന്നെ രാമശ്ശേരി ഇഡലി കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് രാമശ്ശേരി ഇഡലി ഷോപ്പിലെത്താം. നമുക്ക് ഗൂഗിൾ മാപ്പിൽ രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ് എന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മളും വന്നിരിക്കുന്നത്. നമ്മൾ എത്തിയത് ഈ ഒരു ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ്. ടെമ്പിളിന്റെ പേര് ശ്രീ മന്ദത്ത് ഭഗവതി ടെമ്പിൾ എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ് എന്നാണ് നമ്മൾ ഇഡ്ഡലി കഴിച്ചത്. ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഇഡ്ഡലി ഷോപ്പുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇഡ്ഡലി ഷോപ്പിൽ കയറിയിട്ട് കഴിക്കാം. ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് രാമശ്ശേരി ഇഡ്ഡലി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കയറിയത്. നമ്മൾ 2 പ്ലേറ്റ് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇഡ്ഡലി പൊടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഇരിക്കും. അതിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് താല്പര്യമില്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും മുളക് ചട്നിയും അതൊക്കെ ഉണ്ട്. ഇഡ്ഡലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി പോലുള്ള ഇഡ്ഡലി അല്ല. അപ്പത്തിനെയൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കട്ടി കുറഞ്ഞ ടൈപ്പിലുള്ള ഇഡ്ഡലിയാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 8:30 കൂടി പാലക്കാട് ഫോർട്ടിലെത്തി. ഇപ്പം നമ്മൾ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. കയറി വരുമ്പോൾ തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്കൂൾ ബസ്സുകൾ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ട്രിപ്പ് കൊണ്ടുവരുന്നൊരു സ്ഥലമാണ് ഈ മലമ്പുഴ ഡാമും പാലക്കാട് ഫോർട്ടും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫീസ് കൊടുക്കണം. 30 രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. അങ്ങനെ നമ്മൾ 8:30 കൂടി ഫോർട്ടിലെത്തി. ഫോർട്ടിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് നടക്കുവാണ്. ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എൻട്രി ഫ്രീ ആണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് വലിയ മരങ്ങളും നല്ല തണൽ മരങ്ങളാണ്. ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ട്, എൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നവർ. അപ്പോൾ അവർക്ക് അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, അവർക്ക് രാവിലെ വന്നിട്ട് നടന്നിട്ട് പോവാം. പക്ഷെ നമ്മൾ കാണാൻ വരുന്നവർക്കാണ് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ നടക്കാൻ വരുന്നവരുണ്ട്, ഇവിടെ ഫോർട്ട് കാണാൻ വരുന്നവരുണ്ട്. പിന്നെ ഈ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഒരു പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇനി നമുക്ക് കോട്ടയുടെ അകത്തേക്ക് പോവാം. പാലക്കാട് ഫോർട്ട് ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താന്റെ ഫാദറായിരുന്ന ഹൈദരലി ആണ് ഈ കോട്ട ഇവിടെ സ്ഥാപിച്ചത്. 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ മൈസൂർ രാജാവിന്റെ സേനാനായകനായ ഹൈദരലി ഇങ്ങോട്ടേക്ക് വിളിച്ചു. ആക്ച്വലി ഹൈദരലി മലബാറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തക്കം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ഷണം വന്നപ്പോഴത്തേക്ക് പുള്ളി ഓക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ മുതലാണ് ഈ പാലക്കാട് ഫോർട്ടിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ കോട്ടയെക്കുറിച്ച് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ടിപ്പു ഭരിച്ചിരുന്ന കാലത്ത് ടിപ്പുവിൻ്റെ കുതിരകൾ ഈ കിടങ്ങ് ചാടി കടന്ന് ആ കോട്ടയിലേക്ക് പോയിരുന്നു എന്നാണ്. പക്ഷേ ഈ കിടങ്ങ് നമ്മൾ അടുത്ത് വന്ന് കാണുമ്പോൾ ഇത്രയും വലിയൊരു കിടങ്ങ് ചാടി കടന്നോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും വലിയ കിടങ്ങാണ്. പണ്ട് കാലത്ത് ഈ കിടങ്ങിൽ മുതലകളെയായിരുന്നു ഇട്ടിരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ കുറേ ആമകളും കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ, ഇത് കാണാൻ വേണ്ടി വരുന്നവരും ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരും. അപ്പോൾ അവരൊക്കെ ഇവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഒരു ചേട്ടൻ ഇപ്പം ബ്രെഡും റസ്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആമയ്ക്ക്. അങ്ങനെ നമ്മൾ കോട്ടയുടെ അകത്തേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈദരലി പാലക്കാട് രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ആ സമയത്ത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് മണ്ണ് കൊണ്ടുള്ള കോട്ടകളായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഈ കോട്ട പിടിച്ചെടുക്കണമെന്നായിരുന്നല്ലോ മനസ്സിൽ പ്ലാൻ. അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ട് ഇവിടെ ഒരു കരിങ്കൽ കോട്ട പണിയാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഈ കരിങ്കൽ കോട്ട ഇവിടെ സ്ഥാപിച്ചത്. മലബാറിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരു എളുപ്പ പദ്ധതിയായിട്ടാണ് ഹൈദരലി ഈ കോട്ടയെ കണ്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി പൂർത്തിയാക്കി. ആർക്കിയോളജിക്കൽ സർവേയുടെ രേഖകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1766 ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആണ് ഈ കോട്ടയുടെ ശില്പി. തോക്കുകൾ ഒളിച്ചു വെക്കാനും പീരങ്കികൾ ഘടിപ്പിക്കാനും ഒക്കെ സൗകര്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹൈദരലിയിൽ നിന്നും കുറേ നാളുകൾക്ക് ശേഷം ടിപ്പു സുൽത്താൻ ഈ കോട്ടയുടെ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുത്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ടിപ്പുവിൻ്റെ ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈക്കലാക്കി.
പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ടിപ്പു വീണ്ടും ഈ കോട്ട കൈക്കലാക്കി. അങ്ങനെ കുറേ അധിനിവേശങ്ങളുടെ കഥയും ഈ കോട്ടയ്ക്ക് പറയാനുണ്ട്. കോട്ടയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയ അമ്പലം കാണാം. ഒരു ഹനുമാന്റെ അമ്പലമാണ്. അപ്പോൾ അമ്പലം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റക്കായി. ഇനി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ, പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന 2 ചേട്ടന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, കയറി പോവാം, കോട്ട കാണാൻ വന്നവർക്കാണെങ്കിൽ കയറി പോവാന്ന് പറഞ്ഞു. ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ കോട്ടയുടെ അകത്തേക്ക് കയറുന്നത്. അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട, അമ്പലത്തിന്റെ അവിടം വരെ വന്ന് തൊഴുതിട്ട് പോവാം. അമ്പലവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസും കൂടെ ഉണ്ട്. അവിടെയാണ് ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളിരിക്കുന്നത്. അവിടെ വരെ വരുന്നതിന് വേണ്ടി നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ തന്നെ വന്നിട്ട് പോവാം. അവിടെ എത്തുമ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറണം. നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് കയറി വരുമ്പോഴേ ഒരു ഗ്രൗണ്ടിലേക്കാണ് എത്തുന്നത്. ഒരു വാക്ക് വേയും ഒരു ഗ്രൗണ്ടൊക്കെ ആയിട്ടൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. അവിടെ കുറേ മരങ്ങളുണ്ട്. ആ മരത്തിൻ്റെ തണൽ നോക്കിയിട്ട് കുറേ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയേഴ്സിലൊക്കെ കുറേ നേരം ഇരിക്കാം. ഇവിടെ ഒരു മാവ് കണ്ട, ആ മാവിൻ്റെ ഒരു കൊമ്പ് വളർന്ന് ഈ മണ്ണിൽ കൂടെ പോയി അങ്ങറ്റത്ത് പോയി വീണ്ടും ഒരു മാവായേക്കുന്നത്. നല്ല രസമുണ്ട് നോക്കേ. ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് പഴയ ബിൽഡിങ്ങുകൾ കാണാം. പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കുറേ ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയ്ക്ക് അടുത്തായിട്ട് തന്നെ നമുക്ക് പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറും കാണാം. പിന്നെ ഉള്ളത് ഒരു സബ് ജയിലാണ്. പണ്ട് പാലക്കാട് സബ് ജയിൽ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് തകർന്ന അവസ്ഥയിലാണ്. പക്ഷെ നമുക്കിങ്ങനെ നടന്ന് കാണുമ്പം ആ ജയിലിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്ക് ഒരുപാട് ഭീകരതയൊന്നും തോന്നത്തൊന്നുമില്ല. ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ജയിലാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇനി കോട്ടയുടെ മുകളിലേക്കാണ് പോകുന്നത്. ഹിന്ദു ഇസ്ലാമിക് വാസ്തുവിദ്യയും യൂറോപ്യൻ ടെക്നോളജിയും കൂടെ ചേർത്തിട്ടാണ് ഈ കോട്ട പണിഞ്ഞിരിക്കുന്നത്. ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ കോട്ടയും കൂടിയാണിത്. 1788 കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ കൂടിക്കാഴ്ച നടത്തിയതും ഈ കോട്ടയിൽ വെച്ചിട്ടാണ്. നമ്മളങ്ങനെ ആ താഴത്തെ സ്ഥലത്തുനിന്ന് മുകളിലേക്ക് കയറി വന്നിരിക്കുക. കോട്ടയുടെ മുകളിലെത്തി. ഇപ്പോൾ കോട്ടയിൽ കുറേ കൊത്തളങ്ങളുണ്ട്. അതുപോലത്തെ ഒരു കൊത്തളത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കൊത്തളം എന്ന് പറഞ്ഞാൽ ഒരു നിരീക്ഷണ ഗോപുരം പോലത്തെ ഒരു സംഭവം. അതിൻ്റെ ചുറ്റും, ഈ കോട്ടയുടെ ചുറ്റും അതുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴേക്കും ഇവിടെ കണ്ട ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഹോളുകളും പിന്നെ ഈ വലിയ ഹോളും ഒക്കെ എന്ന് പറയുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് കോട്ടയം മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്നാൽ സൈന്യാധിപന്മാർക്ക് ഇവിടെ നിന്നാൽ നിരീക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും ആക്രമണങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കാനൊക്കെ പറ്റും. ഇതിലേക്ക് കൂടെ തോക്കും പീരങ്കിയൊക്കെ ഉപയോഗിച്ച് അവർക്ക് ശത്രു സൈന്യത്തിനെ നേരിടാനും പറ്റും. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1790 കാലഘട്ടങ്ങളിൽ പാലക്കാട് മൈസൂർ ആധിപത്യം പൂർണ്ണമായിട്ട് തകർന്നു. അതോടുകൂടി ഈ കോട്ടയുടെ ആധിപത്യം എല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിന്നെ അവരുടേതായ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ കോട്ട അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ജയിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ജയിലാണ്. അതായത് അവർ പറഞ്ഞിട്ടൊന്നും കേൾക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും അവരിവിടെ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോട്ടയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ചുറ്റിലും നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങ് കാണാൻ പറ്റും. ഈ പാലക്കാട് കോട്ടയുടെ ഒരു പ്രത്യേകതയും ഇത്രയും വലിയ കിടങ്ങ് തന്നെയാണ്. എത്ര വെയിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള വെള്ളം വറ്റത്തില്ലെന്നാണ് പറയുന്നത്. 1 കോൽ മുതൽ 2 കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കിയിട്ടാണ് ഈ കിടങ്ങ് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും സ്ട്രോങ് ആണ്. നമ്മൾ ഏതൊരു കോട്ട എടുത്ത് നോക്കിയാലും, കേരളത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഗോവയിലൊക്കെ പോയപ്പോഴും കോട്ടകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഏത് കോട്ട എടുത്ത് നോക്കിയാലും ഒന്നുകിൽ ഈ കോട്ട കടലിനടുത്തായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കിടങ്ങുകൾ പണിഞ്ഞിട്ടുണ്ടാവും. അത് ഈ അറ്റാക്കുകളെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കോട്ടയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ പാലക്കാട് കോട്ടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു കിടങ്ങ് ഇതിൻ്റെ ചുറ്റിലും കാണാൻ പറ്റും. പിന്നെ ഇവിടെ കാണാനുള്ളത് ഒരു മ്യൂസിയം ആണ്. അവിടെ ഒരുപാട് ചിത്രങ്ങളും ശിലകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ കൂടുതലായിട്ടും വരുന്നത് ലോക പൈതൃക സ്മാരകങ്ങളും പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും മ്യൂസിയം കൂടെ കാണണം. മ്യൂസിയം കുറച്ച് ബാക്കിലായിട്ടാണ്, അപ്പം ചിലപ്പം ഈ കോട്ട കണ്ടിട്ടങ്ങ് പോകും. പക്ഷെ മ്യൂസിയം കൂടെ കാണണം. ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാനും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. ഈ കോട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ കോട്ടയുടെ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന മുറ്റവും അവിടെയുള്ള വലിയ മരങ്ങളും പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം. ഭയങ്കര നല്ലൊരു ആംബിയൻസും ആണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും കോട്ടയുടെ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് വേറൊരു ഗാർഡനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഗാർഡനിലെ കാഴ്ചകളുണ്ട്, പിന്നെ അവിടെ റോപ്പ് വേ ഉണ്ട്, സ്നേക്ക് പാർക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.